മൂന്നാമതും മോദി സർക്കാർ വരില്ല എന്ന് കരുതിയവർക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് മൂന്നാമതും മോദി സർക്കാർ എത്തി. അപ്പോഴേക്കും പറഞ്ഞിരുന്നത് അവർക്ക് BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ വിധ്വംസക പ്രവർത്തകർക്കും മറ്റുള്ളവർക്കുമെതിരെ നടക്കുന്ന റെയ്ഡുകളും മറ്റും നിർത്തിവെക്കുമെന്ന് പറഞ്ഞവർക്ക് തിരിച്ചടിയായിക്കൊണ്ട് NIA രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് എന്തായിരുന്നു അത് തന്നെ വീണ്ടും തുടരുകയാണ്. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് കേന്ദ്രമാക്കിക്കൊണ്ട് 10 ഇടങ്ങളിലായി റെയ്ഡ് പുരോഗമിക്കുന്നു. NIAയുടെ തിസ്ബ് താഹിർ എന്ന് പറയുന്ന പുതിയ ഭീകര സംഘടനയുടെ വേരുകൾ അടിവേരിളക്കുവാനുള്ള റെയ്ഡാണ്. ഈറോഡും മധുരയിൽ ഉൾപ്പെടെ 10 ഇടങ്ങളിലേക്കാണ് റെയ്ഡുകൾ പോകുന്നത്. 2021 തിസ്ബ് താഹിർ എന്ന് പറയുന്ന ഈ ഭീകര സംഘടന ഒരു പ്രതിയായ മുഹമ്മദ് ഇക്ബാലിനെ മധുരയിലെ തീതി നഗർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടികൂടുന്നു. അവിടെ മുതൽ ആരംഭിച്ച അന്വേഷണമാണ്. 2023 മുതൽ ആരംഭിച്ച അന്വേഷണമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവിൽ 6 ഇടങ്ങളിൽ തമിഴ്നാട്ടിൽ റെയ്ഡ് നടക്കുകയും 6 പേരെ പിടികൂടുകയും ചെയ്തിരുന്നു. ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ച് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് തന്നെയാണ്. അതിനായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ അവഹേളിക്കുക, ഒപ്പം തന്നെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചമക്കുക തുടങ്ങിയവയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലുകളടക്കം റഡാറിലാണ്. കേരളത്തിലടക്കം ഒരുപക്ഷേ ഈ റെയ്ഡുകൾ നീണ്ടേക്കാം എന്നൊരു സൂചനകളും പുറത്തു വരുന്നുണ്ട്. കേരളമടക്കമുള്ള ചില ചാനലുകൾ ഇത്തരത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വാർത്തകളും മറ്റും നൽകുന്നത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഏതായാലും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് വ്യാപകമായി തന്നെ ഭീകരവാദത്തിൻ്റെ അടിവേറിറക്കുവാനായി നടത്തിയ റെയ്ഡുകളുടെ തുടർച്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും കാണാൻ കഴിയുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.